കല്യാണ ആഘോഷങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് റിസപ്ഷൻ നേരെ നോർത്ത് ഇന്ത്യയിലോട്ടൊന്ന് വെച്ച് പിടിക്കേണ്ട ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ലക്കിംപൂർ. ആദ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ബാംഗ്ലൂരിലേക്ക്, ആൻഡ് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ലക്കിംപൂരിലേക്ക് പോകുന്നത്. നമ്മൾ പറയാറില്ലേ, തുടക്കം നന്നായാലും ഒടുക്കം നന്നാവുന്നു. അങ്ങനെ ആ തുടക്കം നന്നാവാത്തതിന്റെ ഒരു വെരി ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു യാത്ര. പെട്ടിങ്ങിടക്കൊക്കെ വാരി കെട്ടിയെടുത്ത് ബാംഗ്ലൂരിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആയിരുന്നു. ആൻഡ് അടുത്ത ഫ്ലൈറ്റ് വരുന്നത് അന്നേ ദിവസം വൈകുന്നേരം. സോ ഏകദേശം ഒരു 6-7 മണിക്കൂർ അവിടെ സ്റ്റക്കാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നേരെ ലോഞ്ചിലോട്ട് കയറി. സാധാരണ രീതിയിൽ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യർക്ക് വന്നു കഴിഞ്ഞാൽ അവരൊന്ന് മൂടിയായിട്ട് ഇരിക്കുക ചെയ്യുക. പക്ഷെ ഞാനാണെങ്കിൽ നേരെ തിരിച്ച അപ്പം തുടങ്ങും തീറ്റ. അങ്ങനെ ഞാൻ ആ ലോഞ്ചിലുള്ള എല്ലാ ആഹാരങ്ങളും ഒന്നും വിടാതെ ആരെയും നോക്കാണ്ട് ലാവിഷായിട്ട് കഴിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ വയറേ അല്ല എന്നുള്ള രീതിയിൽ. സത്യം പറയാലോ, അവിടുത്തെ ഫുഡ് ഐറ്റംസ് കണ്ടപ്പോഴത്തേക്കും ഈ ഫ്ലൈറ്റ് മിസ് ചെയ്തതൊരു അഡ്വാൻറ്റേജ് അല്ലേ എന്ന് വരെ തോന്നിപ്പോയി. അതിന് മാത്രമുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് ദോശ വരെ അവിടെ ചുടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എടുത്തുകൊണ്ട് വന്ന് അത് റേറ്റ് ചെയ്യുന്ന മുഖഭാവം കേട്ടോ ഇവിടെ കാണുന്നത്. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, കേക്ക്, പിന്നെ പായസം പോലെ എന്തോ നല്ല ഒന്നാം തരം പാവ് ബജി ആൻഡ് മസാല ദോശ. അത് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ലാവിഷായി പോളിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 റൗണ്ട് എല്ലാം നടന്നെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി. കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഈ യാത്രയിലെ മെഗാ ട്വിസ്റ്റ് ഇപ്പോഴാ വരാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.